ഇനി നമുക്ക് പഠിക്കാനുള്ളത് ROI in training. After Kirkpatrick has established his model for the approach of training evaluation, some other theorists like Jack Phillips, with the help of Kirkpatrick, develop a new level of training evaluation approach. അപ്പോൾ ആദ്യത്തെ അപ്രോച്ചിന് ശേഷം പിന്നെ എന്ത് ചെയ്തു, കുറച്ച് ന്യൂ അപ്രോച്ചസ് ഒക്കെ വന്നു, പുതിയ അപ്രോച്ചസ് ഒക്കെ വന്നു. അപ്പോൾ പുതിയ അപ്രോച്ചസ് എന്ന് പറയുന്നത് ഇവാലുവേഷൻ ട്രെയിനിങ് പുതിയ അപ്രോച്ചസ് വന്നു. ന്യൂ ലെവൽ ഓഫ് ട്രെയിനിങ് അപ്രോച്ച്. They coined that level as ROI of training, that is റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ദ ട്രെയിനിങ്. ആ ഒരു ട്രെയിനിങ്ങിൻ്റെ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, അതായത് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിൽ എത്രയും റിട്ടേൺ ആണ് നമുക്ക് കിട്ടുന്നത് ഈ ഒരു ട്രെയിനിങ് കാരണം. അപ്പോൾ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ട്രെയിനിങ്, നമ്മൾ ട്രെയിനിങ്ങിൽ ഇൻവെസ്റ്റ് ചെയ്ത ആ ഒരു എമൗണ്ടിൽ നമുക്ക് എത്ര റിട്ടേൺസ് വരുന്നുണ്ട്, അത് നമ്മൾക്ക് സ്കിൽഡ് വർക്കേഴ്സായിട്ട് അവർ ഹാർഡ് വർക്ക് ചെയ്ത് നമുക്ക് റിട്ടേൺസ് ഉണ്ടാക്കി തരുന്നതിനാണ് ഉദ്ദേശിക്കുന്നത്. Earlier it was suggested that the return on investment of training should be included in the fourth level. അപ്പം കിർക്പാട്രിക് മോഡലിലാണെങ്കിൽ നമ്മൾ 4 ലെവൽസ് പഠിച്ചിട്ടുള്ളത് 4ാമത്തെ ലെവലിലാണ് ഈ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻക്ലൂഡ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ദിസ് ഇൻകോർപ്പറേഷൻ ഓൺലി സിഗ്നിഫിക്കൻറ്റ് ഇഫ് ദ കോൺസെപ്റ്റ് ഓഫ് ROI ഈസ് ഓവർലുക്ഡ്. അപ്പം നമ്മൾ ROIയുടെ കോൺസെപ്റ്റ് മാത്രമായിട്ട് ഡീപ്പായിട്ട് നോക്കുകയാണെങ്കിൽ അതിന് യൂസ് ഉള്ളൂ ശരിക്കും. അപ്പം അത് കൺസിഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ROI മെഷർ ചെയ്യാൻ പറ്റണം നമുക്ക്. അപ്പം വേറുള്ള ബിസിനസ് വേരിയബിൾസും നമ്മുടെ ട്രെയിനിങ് കാരണം നമുക്ക് എന്തോരം റിട്ടേൺസ് കിട്ടുന്നുണ്ട്, ഈ ട്രെയിനിങ് കൊടുക്കുന്ന കാരണം നമ്മൾ എന്തോരം പ്രോഫിറ്റ് കൂടിയിട്ടുണ്ട്, നമുക്ക് ട്രെയിനിങ് പ്രോഗ്രാംസ് കാരണം ഈ ഒരു ഇയറിൽ നമുക്ക് എന്തോരം പ്രോഫിറ്റ് കൂടി. അപ്പോൾ ടേൺ ഓവർ ഒരു 30% കൂടി, പ്രോഫിറ്റും കഴിഞ്ഞ വർഷത്തെക്കാളും കൂടി. അപ്പോൾ അതൊക്കെ ഈ ട്രെയിനിങ് പ്രോഗ്രാമിൻ്റെ ബെനിഫിറ്റ് അല്ലെങ്കിൽ റിട്ടേൺ ആണെന്ന് നമുക്ക് പറയാം. ബട്ട് ദിസ് ഫിനോമിനൽ ഗ്രോത്ത് മേ ഹാവ് ബീൻ ഓൺ അക്കൗണ്ട് ഓഫ് ക്ലോഷർ ഓഫ് റൈവൽ ബിസിനസ് ഫേം. ചിലപ്പോൾ എന്തായിരിക്കാം, ചിലപ്പോൾ ഈ പറയുന്ന പ്രോഫിറ്റ് കൂടിയതും സെയിൽ കൂടിയതൊക്കെ നമ്മൾ റൈവൽ ഫേം ക്ലോസ് ഡൗൺ ചെയ്തതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ടാക്സ് കൺസെഷൻ ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടിയോണ്ടായിരിക്കാം. അപ്പോൾ അതൊക്കെ നമ്മൾ അനലൈസ് ചെയ്യണം. അതെല്ലാം അനലൈസ് ചെയ്തിട്ട് മാത്രമേ നമുക്ക് ട്രെയിനിങ്ങിൽ നിന്നുള്ള റിട്ടേൺ ആണോ എന്ന് കൺഫേം ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഓട്ടോമേഷൻ ഫോർ ക്വാളിറ്റി ഇംപ്രൂവ്മെൻറ്റ് ഓർ ഡ്യൂ ടു മാർക്കറ്റ് എക്സ്പാൻഷൻ. അപ്പോൾ ഈ പറയുന്ന ട്രെയിനിങ് കൊണ്ടല്ലാതെ മറ്റ് കാരണങ്ങൾ കൊണ്ടും ആവാം നമുക്ക് നമ്മുടെ ബിസിനസ് ഇമ്പ്രൂവ് ആവുന്നത്. അപ്പം ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ കൂടുതലായിട്ട് ഓട്ടോമേഷൻ കൊണ്ടുവന്നു, ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്തു, നമ്മൾ മാർക്കറ്റ് എക്സ്പാൻഡ് ചെയ്തു. അപ്പോൾ ഇതൊക്കെ കാരണം നമുക്ക് നമ്മുടെ സെയിൽസ് കൂടാം. ചിലപ്പോൾ ഗവൺമെൻറ് ടാക്സ് കുറച്ച് വന്നു, അല്ലെങ്കിൽ റൈവൽ ബിസിനസ് ഫേം പൂട്ടിപ്പോയി. അപ്പോൾ ഇങ്ങനെ എന്ത് കാരണം കൊണ്ടായാലും നമ്മുടെ ബിസിനസ് ഇൻക്രീസ് ചെയ്യാം. പക്ഷെ നമ്മളത് ശ്രദ്ധിക്കണം, അത് നമ്മുടെ ട്രെയിനിങ് കാരണമാണോ അതോ ഈ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ടാണോ. One can tie training needs to business result by isolating critical knowledge and skill areas that impact result directly. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ട്രെയിനിങ് നീഡ്സ് എന്ന് പറയുന്നത് ചിലപ്പോൾ നോളജ് ആൻഡ് സ്കിൽ ഏരിയാസിൽ ഇമ്പ്രൂവ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ ആ ഏരിയാസിലായിരിക്കും എല്ലാവർക്കും ട്രെയിനിങ് വേണ്ടത്. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് അത് റിസൾട്ടിനെ ഇമ്പ്രൂവ് ആവും. അപ്പോൾ നോളജ് ആൻഡ് സ്കിൽ ട്രെയിനിങ് എംപ്ലോയീസിന് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് റിസൾട്ട്സ് കാണാൻ പറ്റും. ദസ് എസ്റ്റാബ്ലിഷിംഗ് ലിങ്കേജ് ബിറ്റ്വീൻ ട്രെയിനിങ് എഫേർട്ട് ആൻഡ് റിസൾട്ട്. അപ്പോൾ അതിലൂടെ നമുക്ക് ട്രെയിനിങ് എഫേർട്ടിൻ്റെയും റിസൾട്ടിൻ്റെയും ലിങ്ക് അറിയാനായിട്ട് പറ്റും. ഇഫ് ദ അനാലിസിസ് ഐഡൻറ്റിഫൈ മെഷറബിൾ ഒബ്ജക്റ്റീവ്, ഈ അനാലിസിസ് നമ്മൾ മെഷറബിൾ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് ഐഡൻറ്റിഫൈ ചെയ്യുവാണെങ്കിൽ പെർഫോമൻസ് ഗ്യാപ്പ് ആൻഡ് ക്രിട്ടിക്കൽ ടാസ്ക് ദാറ്റ് നീഡ് ഇമീഡിയറ്റ് അറ്റൻഷൻ ആൻഡ് ഹെൽപ്പ് ഫോക്കസ് ദ ട്രെയിനിങ് എനർജീസ് ഓൺ ദം. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഒബ്ജക്റ്റീവ്സ് അനലൈസ് ചെയ്യുവാണെങ്കിൽ എവിടെയൊക്കെയാണ് പെർഫോമൻസ് ഗ്യാപ്പ്, എന്തൊക്കെയാണ് നമ്മുടെ ക്രിട്ടിക്കൽ ടാസ്കുകൾ, എവിടെയൊക്കെയാണ് നമ്മൾ ഇമീഡിയറ്റ് അറ്റൻഷൻ ആവശ്യമുള്ളത്, ഇതെല്ലാം നമുക്ക് അറിയാൻ പറ്റും. ഇറ്റ് ഹെൽപ്സ് ഫോക്കസ് ദ ട്രെയിനിങ് എനർജീസ് ഓൺ ദം. അപ്പോൾ നമുക്ക് അതിലേക്ക് എവിടെയാണോ ലാഗ് ഉള്ളത് അവിടേക്ക് നമ്മുടെ ട്രെയിനിങ് എനർജിയെ ഡയറക്റ്റ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റും. Then you have a guiding thread throughout all levels of measurement. The more these competencies improve, stronger will be the causal link between training and business results. അപ്പോൾ നമ്മൾ എന്തോരം കോമ്പീറ്റൻ്റ് ആണോ, നമ്മൾ എന്തോരം നമ്മളെ കോമ്പീറ്റൻസി ഇമ്പ്രൂവ് ചെയ്യുന്നോ അതനുസരിച്ച് എന്ത് ചെയ്യും, നമ്മുടെ ട്രെയിനിങ് കൊണ്ടുള്ള ബിസിനസ് ഇമ്പ്രൂവ്മെൻറ്റ് വർദ്ധിച്ചുകൊണ്ടിരിക്കും. അതായത് നമ്മൾ കറക്റ്റ് പോയിന്റ് നോക്കിയിട്ട് അവിടെ ട്രെയിനിങ് കൊടുക്കണം. നമ്മുടെ ക്രിട്ടിക്കൽ ഏരിയാസ്, നമ്മളെ നോളജ് ആൻഡ് സ്കിൽ ഡെവലപ്മെൻറ്റ് ഇമീഡിയറ്റ് ആയിട്ട് നമുക്ക് റിസൾട്ട് അറിയാൻ പറ്റുന്ന ഏരിയാസിൽ വേണം നമ്മൾ ട്രെയിനിങ്സ് പ്രൊവൈഡ് ചെയ്യാൻ. ഇനി പ്രോസസ് ഓഫ് കാൽക്കുലേറ്റിംഗ് ROI.
To calculate ROI, trainer must first make estimate or obtain measurement of cost and benefits associated with the training program. അപ്പോൾ നമുക്ക് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ട്രെയിനിങ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? കോസ്റ്റും ബെനിഫിറ്റും കണ്ടുപിടിക്കുക, മെഷർ ചെയ്യണം. കോസ്റ്റും ബെനിഫിറ്റും മെഷർ ചെയ്ത് വെക്കണം. ആ ഒരു ട്രെയിനിങ് പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട് എത്ര കോസ്റ്റായി, എത്ര ബെനിഫിറ്റ് ഉണ്ട് എന്നുള്ളത് നമ്മൾ ആദ്യം മെഷർ ചെയ്ത് വെക്കണം. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്.